ഇതേ കണ്ടില്ലേ, സ്ത്രീകൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഷെഡറാണ് ഈ കാണുന്നത്. ഈ ഒരു മെഷീന് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് എന്താ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും? ഷെഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ വേസ്റ്റുകളും പൊടിക്കാൻ പറ്റിയ മെഷീനാണ്. 45 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം. 1 ലിറ്റർ പെട്രോളിന് അല്ലേ? ഇതാണ് നമ്മുടെ 20 HP പെട്രോൾ എഞ്ചിൻ. ഇത് വന്നിട്ട് നമ്മൾ 20 HP ആയതുകൊണ്ട് തന്നെ ഹൈ പെർഫോമൻസും ഹൈ ഔട്ട്പുട്ടും ആയിരിക്കും. ഈ കീ സ്റ്റാർട്ട് കണ്ടോ, സാധാരണയുള്ള വുച്ചിപ്പേഴ്സിലൊക്കെ നമ്മൾ റീകോയിൽ സ്റ്റാർട്ട് കൊടുക്കുന്നത്, നമ്മളാണ് കീ സ്റ്റാർട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ MD നമ്മൾ ബ്ലേഡ് കൊടുത്തിരിക്കുന്നത് ഡബിൾ സൈഡ് ആയിട്ടുള്ള ഷാർപ്പൻഡ് ബ്ലേഡാണ്. അതും ഹൈ കാർബൺ ഹൈ ക്രോമിയത്തിലുള്ള D2 ബ്ലേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മളിത് പുതിയ അപ്ഗ്രേഡേഷൻ കൊണ്ടുവന്നാണ് ട്രാൻസ്പോർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ഹുക്ക് ആകുമ്പോൾ സാറിന് എന്തെങ്കിലും വെച്ച് വലിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതാണ് ഈ കാണുന്നത് അല്ലേ? അതെ. അപ്പൊ നമ്മുടെ തോട്ടത്തിൽ വരുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പൊടിച്ച് വളമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീൻ കൊണ്ട് സാധിക്കും. അതെ, പൊടിച്ച് വളമാക്കിയിട്ട് സാറിന് തോപ്പിൽ തന്നെ ഇടാം. ഇതേ കണ്ടില്ലേ, സ്ത്രീകൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഷെഡറാണ് ഈ കാണുന്നത്. ഈ ഒരു മെഷീന് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് എന്താ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു മെഷീൻ സാറിന് കയ്യിലുണ്ടെങ്കിൽ സാറിനെ പോലുള്ള കസ്റ്റമേഴ്സിന് വന്നിട്ട് തേങ്ങയുടെ തൊണ്ട്, അടക്കയുടെ ഓല, പാള, നമ്മുടെ മടലൊക്കെ ഉണ്ടല്ലോ, അത് പൈനാപ്പിളിന്റെ ലീഫ്, മരക്കമ്പുകൾ, ബ്രെഡ്, ഇതൊക്കെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? പൊടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, മാർക്കറ്റിൽ ഒരുപാട് ഷെഡർ നിലവിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങണം? നമ്മുടെ ഈ മെഷീൻ വന്നിട്ട് നമ്മുടെ MDM പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള കസ്റ്റമൈസബിൾ ആയിട്ടുള്ള കൊക്കോ ഷെഡറാണ്. നമുക്ക് ഇതിന്റെ ഫസ്റ്റ് തന്നെ തുടങ്ങാം. ഈ കാണുന്നതാണ് നമ്മുടെ MDMന്റെ മാത്രം മുതൽക്കൂട്ടായിട്ടുള്ള പൾവറൈസർ അറ്റാച്ച്മെന്റ്. ഇതിനകത്ത് നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ആയിട്ട് സ്ലീവും കൊടുത്തിട്ടുണ്ട്. ഈ സ്ലീവ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓല, മടൽ പോലുള്ള കാര്യങ്ങളൊക്കെ 1/2 ഇഞ്ചായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ ഇതിന്റെ ബെൽറ്റ് ഗാർഡാണ് ഈ കാണുന്നത്. ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതാണ് ഇതിന് ഇൻലെറ്റ് പോർഷൻ വരുന്നത്. ഇൻലെറ്റ് പോർഷൻ നമ്മൾ മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻലെറ്റ് പോർഷൻ വരുന്നത് 1 അടിയാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് മടലിന്റെ പട്ടയൊക്കെ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആകുമ്പോൾ പല സൈസിലുള്ളതായിരിക്കും, വലുതും ചെറുതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ 1 അടി ആയതുകൊണ്ട് തന്നെ സാറിന് ഇട്ട് പൊടിക്കാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മൾ മറ്റു ഷെഡറാണെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും, രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒറ്റ അടിക്ക് ഇടാൻ പറ്റില്ല അല്ലേ? ശരിയല്ലേ? പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒറ്റയടിക്ക് ഇടാൻ പറ്റും. എളുപ്പത്തിൽ കാര്യം നമുക്ക് തീർക്കാൻ പറ്റും. ഇനി വേറൊരു വലിയ പ്രത്യേകതയാണ് ഇതിന്റെ എഞ്ചിനും മോട്ടറും ഒരേപോലെ വെക്കാൻ പറ്റുന്ന ഓപ്ഷൻ, ഡ്യുവൽ ഓപ്ഷൻ. അതായത് ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ, ഈ കാണിക്കുന്ന ഈ ഒറ്റ ഫ്രെയിമിൽ സാറിന് എഞ്ചിനും മോട്ടറും വെക്കാം. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതെ, ഈ കീ സ്റ്റാർട്ട് കണ്ടോ, സാധാരണയുള്ള വുച്ചിപ്പേഴ്സിലൊക്കെ നമ്മൾ റീകോയിൽ സ്റ്റാർട്ട് കൊടുക്കുന്നത്, നമ്മളാണ് കീ സ്റ്റാർട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഓൺ ആക്കാൻ പറ്റും. ഇങ്ങനെ വലിച്ച് സ്റ്റാർട്ട് ആക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് കീ സ്റ്റാർട്ട് ആകുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഈ വീഡിയോ തുടക്കത്തിലേ പറഞ്ഞത്, സ്ത്രീകൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ബാറ്ററി ഉണ്ടോ, ഇത് വന്നിട്ട് 12 വോൾട്ടിന്റെ ബാറ്ററിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് കിട്ടുകയും ചെയ്യും, പവറും കൂടുതലായിരിക്കും. ഇനി ഈ ഹാൻഡിൽ, ഇതാണ് റൗണ്ട് റോഡ് ഹാൻഡിൽ എന്ന് പറയും. നമുക്കിപ്പോൾ ആർക്കായാലും ശരി, സ്ത്രീകൾക്കായാലും ശരി, ആർക്കായാലും ശരി, തള്ളിക്കൊണ്ട് നടക്കാൻ വേണ്ടി ഈസിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ റബ്ബർ വീല്, ഈ കാണുന്ന റബ്ബർ വീല്, ഇത് വന്നിട്ട് നമുക്കിപ്പോ കുറച്ച് സ്ഥലങ്ങൾ, നമുക്ക് പല രീതിയിലുള്ള സ്ഥലങ്ങളായിരിക്കും. ഈ റബ്ബർ വീല് വന്നിട്ട് 360 ഡിഗ്രി തിരിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഏത് ഡയറക്ഷൻസിലും ഈസി ആയിട്ട് കൊണ്ടുനടക്കാവുന്നതാണ്. ബ്ലേഡിന്റെ കാര്യം എങ്ങനെയാ? ഇപ്പം നമുക്ക് ബ്ലേഡിൻ്റെ ആയിരുന്നു നോക്കുവാണെങ്കിൽ നമുക്കൊരു മെഷീനിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട അതിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് നല്ലതായിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലേഡ് നല്ലതായിരിക്കണം. അപ്പോൾ നമ്മുടെ MDM നമ്മൾ ബ്ലേഡ് കൊടുത്തിരിക്കുന്നത് ഡബിൾ സൈഡ് ആയിട്ടുള്ള ഷാർപ്പൻഡ് ബ്ലേഡാണ്. അതും ഹൈ കാർബൺ ഹൈ ക്രോമിയത്തിലുള്ള D2 ബ്ലേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് തേഞ്ഞു പോലും സാറിന് മറ്റേ സൈഡ് റീയൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഷാർപ്നെസ്സും ആയിരിക്കും, നല്ല ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. ലൈഫ് കിട്ടും. പല സ്ഥലങ്ങളിലും ഒരു ചൈനീസ് ബ്ലേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലേഡ്. അപ്പോൾ ചൈനീസ് ബ്ലേഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഒട്ടും ലൈഫ് ഉണ്ടാവില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അത് വാങ്ങിക്കുന്നത് കസ്റ്റമേഴ്സിന് തന്നെ ഒരു ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. പിന്നെ അവർക്ക് അത് മാറ്റി പിന്നെ റീയൂസ് ചെയ്ത് അതിലും പേര് നമ്മൾ നല്ല ബ്ലേഡ് വാങ്ങിക്കുന്നതല്ലേ. ഇതിൽ ബ്ലേഡ് നമുക്ക് 2 സൈഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സൈഡ് എനിക്ക് എത്ര മണിക്കൂർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? സാറിന് 300 മണിക്കൂർ ലൈഫ് കിട്ടുന്നതാണ് ഒരു സൈഡ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ എനിക്ക് 600 മണിക്കൂർ കിട്ടും അല്ലേ? ഇനി ഇത് ചേഞ്ച് ചെയ്ത് എങ്ങനെയാ, അല്ലെങ്കിൽ ഷാർപ്പൻ ചെയ്യുന്നത് എങ്ങനെയാ? എളുപ്പമാണോ? ഇത് ഷാർപ്പൻ ചെയ്യുന്നത് നമുക്ക് ഈ നെറ്റ് ഉണ്ട്, ഇവിടെ 2 നെറ്റ് ഉണ്ട്. ഈ നെറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് തിരിച്ചിടുന്ന സമയത്ത് ഇൻലെറ്റ് തിരിച്ചിട്ട് നമുക്ക് ആ ബ്ലേഡ് ഊരിയിട്ട് ഷാർപ്പൻ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഷാർപ്പൻ ചെയ്തിട്ട് സാറിന് പിന്നെ തിരിച്ചു വെച്ച് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ് കാര്യങ്ങളൊക്കെ, മെക്കാനിക്സ് ഒക്കെ വളരെ സിമ്പിൾ ആണ് അല്ലേ? വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പോൾ ഈ നട്ട്സ് ഒക്കെ ഒന്ന് ലൂസ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈലോൺ നട്ട്സ് കൊടുത്തിരിക്കുന്നത്. നൈലോൺ നട്ട്സ് ആകുമ്പോൾ ലൂസ് ചെയ്തൊന്നും പോകത്തില്ല. അതാണ് ഈ കാണുന്ന നൈലോൺ നട്ട്സ്. ഇതെല്ലാം നൈലോൺ നട്ട്സ് ആണ്.
ഇനി ഇതിന്റെ കാര്യം എങ്ങനെ ഹിഞ്ചസിന്റെ ഈ ഹിഞ്ചസ് വന്നിട്ട് നമ്മൾ വലുതായിട്ട് കൊടുത്തിരിക്കുന്നത്, അതാകുമ്പോൾ വൈബ്രേഷൻ അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ കാണിച്ചു തന്നു തോട്ടത്തിനകത്തൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും സ്ത്രീകൾക്ക് പോലും വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മെഷീൻ തന്നെയാണ്. ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സൈറ്റിൽ നിന്ന് അടുത്തൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് എന്താ ചെയ്യാൻ പറ്റുക? അതിന് നമ്മളൊരു പുതിയ അപ്ഗ്രേഡേഷൻ കൊണ്ടുവന്നതാണ് ട്രാൻസ്പോർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ഹുക്ക് ആകുമ്പോൾ സാറിന് എന്തെങ്കിലും വെച്ച് വലിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അതാണ് ഈ കാണുന്നത് അല്ലേ? അതെ. ഷെഡർ എന്താണെന്ന് അറിയുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ഉണ്ടാവും, അവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഷെഡർ എന്ന് പറയുന്നത്? ഷെഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ വേസ്റ്റുകളും പൊടിക്കാൻ പറ്റിയൊരു മെഷീനാണ്. ഇനി എന്തൊക്കെ പൊടിക്കാൻ പറ്റും നോക്കുവാണെങ്കിൽ നമ്മുടെ തേങ്ങയുടെ തൊണ്ട്, മടല്, അടയ്ക്കയുടെ ഓല, നമ്മുടെ പാള, അതുപോലെ തന്നെ പൈനാപ്പിളിന്റെ ലീഫ്, നമ്മുടെ ബ്രെഡ്, മരക്കമ്പുകൾ, ഇതൊക്കെ സാറിന് ഈസി ആയിട്ട് പൊടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ വരുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പൊടിച്ച് വളമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീൻ കൊണ്ട് സാധിക്കും. അതെ, പൊടിച്ച് വളമാക്കിയിട്ട് സാറിന് തോപ്പിൽ തന്നെ ഇടാം. ഓക്കെ, അവിടെ തന്നെ നമുക്ക് ഇടാനും പറ്റും, അല്ലെ? ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ലേബേഴ്സ് ഒത്തിരി പേര് ആവശ്യമുണ്ടോ ഇതിന്? ലേബേഴ്സ് വന്നിട്ട് നമുക്ക് ഇല്ല, ആവശ്യമില്ല. കാരണം നമുക്ക് ഈ ഒരു ഹാൻഡിൽ വെച്ച് ഒരാൾക്ക് തന്നെ തള്ളിക്കൊണ്ട് പോകാനേ ഉള്ളൂ. അപ്പോൾ ഉടമയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ. അതെ, കാരണം നമുക്ക് തള്ളിക്കൊണ്ട് പോയിട്ട് നമ്മുടെ തെങ്ങായാലും എന്ത് മരം ആയിക്കോട്ടെ, എവിടെയാണോ നിൽക്കുന്നത് അവിടെ കൊണ്ടുപോയി ഇത് പൊടിച്ചിടാൻ പറ്റും. ഓക്കെ, മുൻപ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ PTO ഷെഡറും മൾച്ചറും ഒക്കെ അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഈ മെഷീൻ എന്താ പ്രത്യേകത? ഇപ്പോൾ PTO ഷെഡറൊക്കെ നോക്കുവാണെങ്കിൽ 10 ഏക്കറൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഏരിയക്ക് അനുസരിച്ച് മണിക്കൂറിനൊക്കെ അനുസരിച്ച് 800 മുതൽ 1500 രൂപ വരെ വണ്ടിക്ക് വാടക വരും. അതുപോലെ തന്നെ ആൾക്കൂലിയും ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരാൾക്ക് എന്തായാലും ഭയങ്കര ഒരു എമൗണ്ട് ആവും. പക്ഷെ നമ്മുടെ കൊക്കോ ഷെഡർ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറിന് തള്ളിക്കൊണ്ട് പോയിട്ട് മരത്തിന്റെ ചോട്ട് വെച്ചിട്ട് ഇത് പൊടിച്ചിട്ട് അവിടെ തന്നെ വളമാക്കി ഇടാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എങ്ങോട്ടായാലും നമുക്ക് ഈസി ആയിട്ട് ഈ മെഷീൻ കൊണ്ടുപോകാം അല്ലേ? അതും പ്രത്യേകിച്ച് നിങ്ങൾ ലേബർ ഒന്നും തപ്പിപ്പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ മെഷീന് തോട്ടത്തിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അവിടെ വെച്ച് തന്നെ എല്ലാം ഡിസ്പോസ് ചെയ്ത് വളമാക്കി അവിടെ തന്നെ കൊടുക്കാനും പറ്റും അല്ലേ? ആ ഒരു കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള മെഷീനാണിത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ 10 ഏക്കർക്ക് ഈ ഒരു PTO ഷെഡർ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് 25,000 രൂപ വരെ ചെലവാകുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു എമൗണ്ട് അല്ലേ? ഈ പൈസ ചുമ്മാ താങ്ങാൻ പറ്റില്ല. ഞാൻ ചുമ്മാ പറയണമെന്നല്ല, നമ്മൾ മിക്ക വ്യവസായികളോടും ഇങ്ങനെ ചോദിച്ചിട്ട് അവരെടുത്ത ഒരു ആവറേജ് ആയിട്ട് എടുത്ത് കണക്കാണത്. ഫീഡ്ബാക്ക് എടുത്തിട്ട് മനസ്സിലായതാണ്. അതെ, ഇപ്പൊ നമ്മൾ PTO ഷെഡറിന്റെ കാര്യം പറഞ്ഞത്. ഇത് നമുക്ക് മൾച്ചർ നോക്കുവാണെങ്കിൽ മൾച്ചറിന് ഈ പറഞ്ഞ 1500 രൂപ വരെ ചെലവാകുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഒരു മെഷീൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വ്യത്യസ്തമാകുന്നത്. ഇപ്പോൾ മൾച്ചറിൽ വന്നിട്ട് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ തെങ്ങും തോപ്പിൽ ഓലയൊക്കെ ഡിസ്പോസ് ചെയ്യാൻ നോക്കണമെങ്കിൽ നമ്മൾ ഈ ഓലയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണം? നിരപ്പിലിടണം, നേരെ ഇടണം. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെയാണ് മൾച്ചർ കയറി ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് പൊടിച്ചു വരുന്നത്. പക്ഷേ ഓല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിക്കും. അപ്പൊ നമ്മള് പൊടിയാത്ത ഓലയൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പിന്നെ വേറൊരു സ്ഥലത്ത് എടുത്തിട്ടിട്ട് പിന്നെ മത്സര അങ്ങനെ കയറുക. അപ്പൊ അത് ഭയങ്കര നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ ആൾക്കൂലി, മെഷീന്റെ കൂലി, സമയം പോകുന്നതനുസരിച്ച് ആൾക്കൂലി കൂടിക്കൊണ്ടിരിക്കും, ചാർജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിന്റെ. നോക്കുമ്പോഴേക്കും ഈ ഒരു മെഷീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയ ലാഭം, ആൾക്കൂലി ലാഭം, നമുക്ക് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഈ മെഷീൻ വാങ്ങുന്നതിന് ചെലവ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി അടുത്തറിയേണ്ടത് ഇത് പെട്രോൾ ആണല്ലേ ഇപ്പൊ നിലവിൽ? അതെ, ഇത് പെട്രോൾ ആണ്. നമുക്കപ്പോൾ ഇതിൽ 1 ലിറ്റർ ഒഴിച്ച് എനിക്ക് എത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും? 45 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം 1 ലിറ്റർ പെട്രോളിന് അല്ലേ? 40. അപ്പോൾ എന്തുകൊണ്ടും വളരെ ലാഭമാണ്, വളരെ ലാഭമായിട്ട് മെഷീനാണ്. ഇനി മത്സ്യന്റെ വേറൊരു പ്രശ്നമാണ്, ഇപ്പൊ മിക്ക വ്യവസായികളും പൊടിയായിട്ടായിരിക്കും അവർക്ക് വേണ്ടത്, ഓലയാലും മടലൊക്കെ ആയാലും. പക്ഷെ ഇതിനകത്ത് വന്നിട്ട് 2 ഇഞ്ച്, 4 ഇഞ്ച്, 8 ഇഞ്ച് ഒരടിയിലേക്കായിരിക്കും പൊടിഞ്ഞു വരുന്നത്. അപ്പൊ അതൊരു അക്യൂറേറ്റ് ആയിട്ടുള്ള രീതിയിൽ പൊടിഞ്ഞു വരത്തില്ല. അപ്പൊ അതെല്ലാവർക്കും ഒരു പ്രശ്നമല്ലേ? ഇനി നമ്മുടെ കൊക്കോ ഷെഡറിന്റെ കാൽക്കുലേഷൻ നോക്കുവാണെങ്കിൽ 10 ഏക്കറിലൊക്കെ ചെയ്യുവാണെങ്കിൽ ആൾക്കൂലിയും പെട്രോൾ ചെലവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 5000 രൂപ വരുന്നുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മുടെ തോട്ടത്തിൽ വരുന്ന വേസ്റ്റുകൾ നമ്മൾ ഒരു സ്ഥലത്ത് കൂട്ടുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചിടുകയോ അങ്ങനെയൊക്കെയാണ് ഡിസ്പോസ് ചെയ്ത് കളയാറ്. അപ്പോൾ ഈ പൊടിച്ചിടുന്നതിലൂടെ എന്ത് നേട്ടമാണ് കിട്ടുന്നത്? കൂട്ടിയിടുവാണെങ്കിൽ അതിനകത്ത് എഴുതുന്നതൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അല്ല, ഇനി കത്തിച്ച് കളയുവാണെങ്കിൽ മണ്ണിന്റെ ന്യൂട്രിയൻ കണ്ടന്റ്, അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിന്റെ കായ്ബലം, അതൊക്കെ നശിക്കാൻ സാധ്യതയുണ്ട്. എയർ പൊല്യൂഷൻ വരെ വരാൻ സാധ്യതയുണ്ട്. ഇനി കുഴിച്ചിടുവാണെങ്കിൽ നമ്മൾ JCB ഉപയോഗിച്ചായിരിക്കും കുഴിച്ചിടുന്നത്. അപ്പോൾ JCBയുടെ വാടകൂലി, പിന്നെ അതിന് ആൾക്കാർ വേണം, ആൾക്കാരുടെ വാടകൂലി, അതുപോലെ തന്നെ കുഴിച്ചിടുവാണെങ്കിൽ നമുക്കിപ്പോൾ അടുത്ത മാസം അങ്ങനെ കുഴിച്ച് നമുക്ക് ഒരുപാട് സ്ഥലവും നഷ്ടമാവും. അതിലും ഭേദം ഈ ഒരു കൊക്കോ ഷെഡർ യൂസ് ചെയ്ത് പൊടിച്ചിടുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് വളത്തിന്റെ ഉപയോഗമൊക്കെ 50% കുറയ്ക്കാം. അതുപോലെ ഈ പൊടിച്ചിടുന്നതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെള്ളം കൊടുക്കുന്നത് ഡ്രിപ്പോസ് ഒക്കെ വഴി. ഇപ്പൊ ഇതിനകത്ത് തന്നെ വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ? അതെ, ഇപ്പൊ നമ്മുടെ തെങ്ങും തോപ്പിലൊക്കെ ഒരു മരത്തിന് തന്നെ 1 കിലോ യൂറിയ, 1 കിലോ പൊട്ടാഷ്, 1 കിലോ DAP ഫെർട്ടിലൈസർ, 5 കിലോയുടെ വേപ്പിന്റെ പിണ്ണാക്ക്, 50 കിലോ ചാണകം നമ്മൾ വളമായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അത് തന്നെ നമ്മൾ ഒരു മരത്തിനാണ് കണക്ക് നോക്കുവാണെങ്കിൽ 233 വരെ ചെലവ് വരും ഇതെല്ലാം കൂടി ഇടുമ്പോൾ. അപ്പൊ നമ്മൾ 1 ഏക്കറിലൊക്കെ നോക്കുവാണെങ്കിൽ 70 തെങ്ങ് വരും. അങ്ങനെയാണെങ്കിൽ 10 ഏക്കറിലാണെങ്കിൽ 700 തെങ്ങ്. ഇതിന് ഈ 700 തെങ്ങിന് മൊത്തം 1.5 ലക്ഷം രൂപ വരെ സാറിന് ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ കൊക്കോ ഷെഡർ യൂസ് ചെയ്ത് സാർ പൊടിക്കുവാണെങ്കിൽ സാർ ഈ 1.5 ലക്ഷം എന്നുള്ളത് പകുതി ആക്കിയിട്ട് സാറിന് ചെലവ് കുറയ്ക്കാം. അപ്പൊ അങ്ങനെ സാർ ഈ കൊക്കോ ഷെഡർ യൂസ് ചെയ്ത് 2 തവണ യൂസ് ചെയ്യുമ്പോൾ സാറിന് 75,000 വെച്ചിട്ട് 1.5 ലക്ഷം രൂപ സേവ് ചെയ്യാനും പറ്റും.
ഇതാണ് നമ്മുടെ 20 HP പെട്രോൾ എഞ്ചിൻ. ഇത് വന്നിട്ട് നമ്മൾ 20 HP ആയതുകൊണ്ട് തന്നെ ഹൈ പെർഫോമൻസും ഹൈ ഔട്ട്പുട്ടും ആയിരിക്കും. ഇനി ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ 5.5 ലിറ്റർ ആണ്. അതുപോലെ നമ്മുടെ എഞ്ചിൻ വന്നിട്ട് 4 സ്ട്രോക്ക് ആയിട്ടുള്ള എയർ കൂൾഡ് എഞ്ചിൻ ആണ്. 4 സ്ട്രോക്ക് ആയിട്ടുള്ള എയർ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹീറ്റ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇനി ഇതിന്റെ ഓയിൽ നോക്കുവാണെങ്കിൽ 1 ലിറ്ററിൽ 300 ml ആണ് ഒഴിക്കേണ്ടത്. തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു തികച്ചും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഡറാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് മോട്ടോർ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? മോട്ടോർ അപ്പോൾ എത്ര HP വരുന്നത്? മോട്ടോർ വന്നിട്ട് 5 HP ആണ്. അതുപോലെ 3 ഫേസ് ആണ്. പുറത്ത് നമുക്ക് സാറിന് 1 മണിക്കൂറിൽ 3.5 യൂണിറ്റ് കറണ്ടേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയ യൂണിറ്റിൽ നമുക്ക് ഒരുപാട് നേരം വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ കാറ്റലോഗിൽ ഈ ഒരു മെഷീൻ മൾട്ടിപർപ്പസ് മെഷീൻ ആണ് കണ്ടു. അപ്പോൾ ഈ മൾട്ടിപർപ്പസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മൾട്ടിപർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ട്രാക്ടർ ഉണ്ടെങ്കിൽ ട്രാക്ടറിന്റെ പീട്ടിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും പൊടിക്കാൻ പറ്റുന്നതാണ്. അല്ല പവർ വീഡർ ഉണ്ടെങ്കിൽ പവർ വീഡിൽ അറ്റാച്ച് ചെയ്ത് വലിച്ചുകൊണ്ട് പോകുന്നതാണ്. തള്ളിക്കൊണ്ട് നടക്കാൻ ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് മൾട്ടിപർപ്പസ് എന്ന് പറയുന്നത്. അതാണ് മൾട്ടിപർപ്പസ് എന്ന് പറയുന്നത് അല്ലേ? ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മെഷീൻ വാങ്ങിയെന്ന് വിചാരിക്കുക. വീട്ടിലെ ആവശ്യത്തിനായാലും എൻ്റെ തോട്ടത്തിലെ ആവശ്യത്തിനായാലും വാങ്ങിയെന്ന് വിചാരിക്കുക. ഇത് ആ ഒരു ഒരുപാട് പേർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലേ? വളരെ ഈസി ടു ക്യാരി ആണിത്. പിന്നെ ഒരു സൈറ്റിൽ നിന്ന് അടുത്ത സൈഡിൽ കൊണ്ടുപോകാൻ എളുപ്പമാണ്. നമ്മുടെ സൈറ്റിൽ എവിടേക്ക് വേണമെങ്കിലും അല്ലേ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പവർ വീഡിൽ സാർ യൂസ് ചെയ്യുന്ന സാറിന് 2 കാര്യം നടക്കും. അത് പവർ വീഡർ വെച്ച് ഉഴുവാനും അതുപോലെ കൊക്കോഷെഡ് സാറിന് പൊടിക്കാനും പറ്റും. ഓക്കെ, സ്വന്തം ആവശ്യത്തിനായിട്ട് വാങ്ങുന്നെങ്കിലും ഒരുപാട് പേര് ഈ ഒരു മെഷീൻ വാങ്ങിയതിന് ശേഷം റെന്റിന് കൊടുക്കുന്നുണ്ട്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ റെന്റിന് കൊടുത്തിട്ട് എന്താ പ്രയോജനം? സാറിന് ഇത് റെന്റിന് കൊടുത്തിട്ട്, അതായത് ഇപ്പോൾ സാറിന് അടുത്ത് വേറെ പറമ്പൊക്കെയുള്ളവരുണ്ടാവും, ഇപ്പോൾ എന്ത് കർഷകരുണ്ടാവും, അവർക്ക് ഈ മെഷീൻ റെന്റിന് കൊടുത്തിട്ട് സാറിന് കിട്ടുന്ന എമൗണ്ട് ഒരു പ്രോഫിറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലേ? ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കൊക്കോഷെഡിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഈ ഒരു ഫേസ് മാസ്കും അതുപോലെ തന്നെ ഈ 2 ഹാൻഡ് ഗ്ലൗസും കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്രോൾ ഒഴിക്കാൻ വേണ്ടി ഈ ഒരു ഫണലും ഈ ട്യൂബും തരുന്നതാണ്. പോരാത്തിന് നമുക്ക് ടൂൾ കിറ്റും അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ. ഇനി അറിയേണ്ടത് പ്രൈസിനെ കുറിച്ചാണ്. പ്രൈസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? പ്രൈസ് കണ്ട് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ വിത്ത് പൾവറൈസർ അറ്റാച്ച്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ആക്ച്വൽ പ്രൈസ് വരുന്നത് 1,39,990 രൂപയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വലിയ പ്രൈസ് ആണ്, ഭയങ്കര ചെലവാണെന്ന്. പക്ഷെ നമ്മൾ ഇതിനകത്ത് 50,000 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. 50,000 സബ്സിഡി? അതെ, കമ്പനി സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് കുറച്ചിട്ട് 89,990 ആണ് വരുന്നത്. അത് അപ്ഗ്രേഡ് വേർഷൻ. ഈ ഇരിക്കുന്ന കണ്ടീഷനിൽ അതെ അല്ലേ? ഇനി ഇതിൽ എഞ്ചിനും മോട്ടറും കൂടെ വരികയാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? ഡ്യുവൽ ഓപ്ഷൻ ആണെങ്കിൽ 1,59,990 ആണ് ആക്ച്വൽ പ്രൈസ്. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും ഭയങ്കര വലിയ പ്രൈസ് ആണ്. പക്ഷെ ഇതിലും നമ്മൾ 50,000 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുകൂടെ കൂട്ടി 1,09,990 ആണ് വരുന്നത്. അത് വിത്ത് പൾവറൈസർ അറ്റാച്ച്മെന്റോടെ വരുന്നത്. ഫുൾ സെറ്റപ്പ് അല്ലേ? അതെ, ഫുൾ സെറ്റപ്പിന് നമ്മൾ ഇത്രയും പൈസയാണ്. അതിനെക്കുറിച്ച് പറയാമോ? നമ്മുടെ കമ്പനിയുടെ പേര് വന്നിട്ട് MDM എന്നാണ്, അതായത് മോഡേൺ ഡയറി മെഷീൻസ്. നമ്മുടെ കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത് കോയമ്പത്തൂർ കോവിൽപ്പാളയത്താണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ച് ഇവിടെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ പേഴ്സൺസും എല്ലാം അവൈലബിൾ ആണ്. സൈറ്റിൽ പോയി എല്ലാം കാണിച്ചു കൊടുക്കാം അല്ലേ? തൊട്ടടുത്തിന് സൈറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് നേരിട്ട് വന്ന് മെഷീൻ എല്ലാം കണ്ട് സൈറ്റിൽ വന്ന് നമ്മളിപ്പോൾ ഇവരുടെ തന്നെ സൈറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സൈറ്റിൽ വന്ന് അതിൻ്റെ വർക്കിംഗ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോകാം. ഇനി നമുക്ക് ഡെലിവറിയുടെ കാര്യം എങ്ങനെയാണ്? നമുക്ക് ഇവിടെ നമ്മുടെ MDM ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഓക്കെ, ഓൾ ഇന്ത്യ ഡെലിവറി. അതെ. ഓക്കെ, ഇനി സർവീസിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? സർവീസ് നമുക്ക് തമിഴ്നാട്ടിലാണ് നമുക്ക് ഓൾ ഓവർ എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ്. സർവീസ് സെന്റർ അവൈലബിൾ ആണ്. സർവീസ് സെന്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷൊർണൂർ സർവീസ് സെന്റർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാലും മെഷീൻസ് കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഓൺ സൈറ്റ് സർവീസ് അവൈലബിൾ ആണ് അവിടെ. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് സർവീസ് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് ഏതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെ, ഏതൊരു മാനുഫാക്ചറിംഗ് ഇവിടെ നിന്ന് വാങ്ങുന്നത് പോലെ അതേ വിശ്വാസത്തോടു കൂടി ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇനി MDMനെ കുറിച്ച് എനിക്ക് അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ കോയമ്പത്തൂരിൽ ഇവരെ കമ്പനി വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ അവരോട് ചെയ്തു. അപ്പോൾ തീർത്തും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് സ്വന്തമായി നിർമ്മിച്ച് നൽകുന്ന ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റാണ് MDM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് കർഷകരിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള മെഷീൻസ്, അതും സർവീസ് സപ്പോർട്ട്, എല്ലാ സപ്പോർട്ടോടും കൂടി ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഓരോ അപ്ഡേഷനും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഷെഡറിൻ്റെ വിശേഷങ്ങൾ.